പൊതുപ്രവർത്തകരും നിയമജ്ഞരും നിയമപാലകരുമൊക്കെ പൊതുസമൂഹത്തിൽ മാതൃകയായി ജീവിക്കേണ്ടവരാണ്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ചെറിയൊരു കറ പുരണ്ടാൽ തന്നെ അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അഭിഭാഷകരും ജഡ്ജിമാരും പോലും നീതി തേടി തങ്ങൾക്ക് മുന്നിലെത്തുന്നവരെ വേട്ടയാടുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലം ചവറയിലൊരു കുടുംബ കോടതി ജഡ്ജിക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത്. ലൈംഗിക അതിക്രമ പരാതിയിൽ ജഡ്ജിക്കെതിരെ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് ജഡ്ജി ബി ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആരോപണ വിധേയനെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതിൽ അഭിഭാഷകർക്കിടയിൽ അമർഷവുമുണ്ട്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഒരു സർക്കാർ അഭിഭാഷകൻ ഇരയായ ഒരു യുവതിയെ, അതായത് ലൈംഗിക അതിക്രമ കേസിലെ ഇരയായ ഒരു യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജീവനൊടുക്കുന്ന കേസുകളൊക്കെ സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനേക്കാളും ദൗർഭാഗ്യകരമായ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കൊല്ലം ചവറയിലെ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഉയർന്നത്. അതും ഈ പരാതിയെ തുടർന്ന് പരാതിക്കാരിയെ ഒരു കക്ഷിയായ യുവതിയോടാണ് ജഡ്ജി അപമര്യാദയായി പെരുമാറിയത്. സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീഷിലേക്ക് വരാം. അതിനു മുൻപ് ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഇപ്പോൾ ഹൈക്കോടതി ഈ ജഡ്ജിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ രീതി എങ്ങനെയാണ്? ആർക്കാണ് അന്വേഷണ ചുമതല? പ്രത്യേകിച്ചും ഇവിടെ ഒരു അഭിഭാഷകർക്കിടയിൽ വലിയൊരു അമർഷമുള്ളത് ഈ ആരോപണ വിധേയനെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ സസ്പെൻഡ് ചെയ്യാതെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നു. ഇത് എങ്ങനെയാണ്? കാരണം ഇവിടെയാണ് ഏറ്റവും ഒരു കടുത്ത നടപടി, പ്രത്യേകിച്ച് ഒരു കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത്? വിനീഷ്, എന്താണ് അച്ഛനിലേക്ക് പറയാം? വിനീഷ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ടോം, 19-ാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ചവറയിലെ കുടുംബ കോടതിയിൽ ആണ് ജഡ്ജി അപമര്യാദയായിട്ട് യുവതിയോട് പെരുമാറി എന്നുള്ളൊരു പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ജഡ്ജിക്ക് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നതിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി ജില്ലാ കോടതിയിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഈ പരാതി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ജഡ്ജിക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വാഹനാപകടത്തിന്റെ ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാറ്റമാണ് ഇപ്പോൾ ജഡ്ജിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജഡ്ജി ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ലീവിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് ടോം. അതായത് ബാർ അസോസിയേഷനിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. ജഡ്ജിക്കെതിരെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെയും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുൻപും ഇത്തരത്തിലുള്ളൊരു കേസ് സമാനമായ രീതിയിൽ പരാതികൾ ഉണ്ട്. 3 തവണ ജഡ്ജിക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇതൊരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, വിനീഷ് തുടരുക. വിനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തുടർച്ചയായി പരാതികൾ ഈ ജഡ്ജിക്കെതിരെ ഉയരുന്നു. അവിടെയും ഏറ്റവും ഒടുവിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറി എന്ന പരാതി ഉയർന്നിട്ട് പോലും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നില്ല. ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നുണ്ട്. രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അതിനപ്പുറം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്?
ടോം, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ ഈ മൊഴി പകർപ്പ് പോലും നമുക്ക് പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം അത്രത്തോളം വളരെ മൃഗീയമായിട്ടാണ് ഈ യുവതിക്ക് പീഡനം നേരിടേണ്ടി വന്നത് എന്നതടക്കമാണ് നമുക്ക് പുറത്തു വരുന്ന ചില സൂചനകൾ നമുക്കറിയാൻ കഴിയുന്നതും അങ്ങനെയാണ്. അതിക്രൂരമായിട്ട് ഉള്ള ഒരു അത്രത്തോളം മാനസികമായിട്ട് ഒരു പീഡനം ഏൽക്കേണ്ടി വന്നു, ശാരീരികമായി പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ് ആ മൊഴിയിൽ തന്നെ പറയുന്നത്. ഈ സംഭവത്തിൽ ആദ്യം ജില്ലാ കോടതിയിലാണ് ഈ യുവതി പരാതി നൽകിയത്. തുടർന്നാണ് ഈ പരാതിയുടെ വലിയൊരു ഗൗരവം കണക്കിലാക്കി തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ പരാതി എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊഴി കൃത്യമായി തന്നെ മൊഴിയുടെ ഗൗരവം അത്രത്തോളം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അതായത് നമുക്കറിയാം, ഈ കുടുംബ കോടതിയിൽ സമീപിക്കുന്നവരെല്ലാം തന്നെ മാനസികമായും ശാരീരികമായെല്ലാം തന്നെ തളർന്നൊരവസ്ഥയാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നീതി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് ആവശ്യവുമായി എത്തുന്നത്. പക്ഷേ ആ ജഡ്ജിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആ യുവതി എന്തുമാത്രം അനുഭവിച്ചുണ്ടാകും എന്നാണ് നമുക്കിൽ നിന്നും വ്യക്തമാകുന്നത്. കൃത്യമായൊരു നടപടിയാണ് ഇതിന്റെ പിന്നിൽ ആവശ്യപ്പെടുന്നത്. ഈ ബാർ അസോസിയേഷൻ ഞാൻ നേരത്തെ അത് തന്നെയാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ കുടുംബ ജീവിതത്തിൽ വലിയ തകർച്ച നേരിട്ട് ഒടുവിൽ നീതി തേടി കുടുംബ കോടതിയെ സമീപിക്കുന്നു. അവിടെ നിന്നും ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം മോശമായ അനുഭവം, ദുരനുഭവം നേരിടേണ്ടി വരുന്ന ആ യുവതിക്ക് നീതി ഉറപ്പാക്കാൻ നമ്മുടെ നിയമപാലകർ തന്നെയാണ്, ഇവിടുത്തെ നിയമജ്ഞർ തന്നെയാണ് ഇടപെടേണ്ടത്, കോടതിയാണ് ഇടപെടേണ്ടത്. എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി എന്നുകൂടി പരിശോധിക്കണം. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അന്വേഷണത്തിൽ ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, മറ്റൊരു ട്രിബ്യൂണലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അഭിഭാഷകർക്കടക്കം വലിയ അമർശമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ശക്തമായ നടപടി, ഒരു സസ്പെൻഷൻ ഉൾപ്പെടുന്ന നടപടി ഇദ്ദേഹത്തിനെതിരെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ടോപ്പ്. കാരണം ജുഡീഷ്യറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ന്യായവും നീതിയും അനുവദിക്കുക അല്ലെങ്കിൽ അത് ഉറപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ് ജഡ്ജിമാർ. ആ ഒരു സാഹചര്യത്തിൽ അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. പ്രത്യേകിച്ചും കുടുംബ കോടതിയിൽ വിവാഹമോചന കേസുമായി വരുന്ന സ്ത്രീകൾക്ക് സാധാരണയായിട്ട് കൗൺസിലിംഗ് നൽകുന്ന വിഭാഗം വേറെയാണ്. അതേസമയം അവരെ ജഡ്ജ് തൻ്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നടത്തുന്ന ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ തന്നെ അവരോട് ലൈംഗികാതിക്രമത്തിന് മുതിരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. 3 പരാതികളാണ് ഈ ജഡ്ജ് ഉദയകുമാറിനെതിരെ, ചവറ കുടുംബ കോടതി ജഡ്ജ് ഉദയകുമാറിനെതിരെ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ടോം പറഞ്ഞതുപോലെ മറ്റൊരു ട്രിബ്യൂണലിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജില്ലാ ജഡ്ജിക്ക് കിട്ടിയ പരാതി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വരുന്നത്. ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതേ തുടർന്നാണ് ബാർ അസോസിയേഷൻ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണം പരിശീലിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ജഡ്ജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു പൊതുബോധം എന്ന് പറയുന്നത് കോടതി പറയട്ടെ, കോടതി പറഞ്ഞാൽ കുറ്റവാളിയാകുമോ, അല്ലെങ്കിൽ കോടതി പറയട്ടെ, കോടതിയാണ് അവസാന വാക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ജഡ്ജ് താനിരിക്കുന്ന പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. അതുമാത്രമല്ല, മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും കുടുംബ കോടതി ജഡ്ജാണല്ലോ, ഡിവോഴ്സ് തേടിയെത്തുന്ന സ്ത്രീകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അതിൽ നിന്ന് പിന്തിരിയണോ വേണ്ടയോ എന്നൊരു അന്തിമ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മാനസിക വ്യഥ കൂടി അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത് കൗൺസിലിങ്ങിന് ജഡ്ജ് നേരിട്ട് വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ ചേംബറിലേക്ക് വിളിച്ച ശേഷം അവിടെ വെച്ച് ഈ സ്ത്രീകളോട് ലൈംഗിക അതിക്രമത്തിന് മുതിരുകയായിരുന്നു. 3 പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഇത്തരം അവസ്ഥയ്ക്ക് വിധേയരായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരകളായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ചിട്ട് വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ജില്ലാ ജഡ്ജിക്ക് കിട്ടിയ പരാതി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. അത് രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറി തന്നെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്, അവർക്ക് തന്നെയാണ് അന്വേഷണ ചുമതലയുള്ളതും. എന്തായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. എന്നിരുന്നാൽ പോലും അന്വേഷണ വിധേയമായി ജഡ്ജിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ആവശ്യം കൂടി ശക്തമായി ഉയരുന്നുണ്ട്. ടോം.
യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രൻ, എസ് വിനീഷുമാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജി